സ്വകാര്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം കാരണം വിഷമയമായി കാസർഗോഡ് ബാരിക്കാട്ടെ കിണറുകൾ. മെഡിക്കൽ മാലിന്യങ്ങൾ നിറഞ്ഞ ജലം നിറഞ്ഞതാണ് ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിയത്. പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടം ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. കിണറിലെ വെള്ളത്തിലെ രുചിമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പോഴാണ് വെള്ളത്തിൽ രാസമാലിന്യത്തിന്റെയും മെഡിക്കൽ മാലിന്യത്തിന്റെയും ഉയർന്ന തോത് കണ്ടെത്തിയത്. വീടുകളിലെയും സമീപത്തെ 2 ആരാധനാലയങ്ങളിലെയുമായി 15 കിണറുകളാണ് ഇതുവരെ മലിനമായത്. നമ്മൾ ടെസ്റ്റാക്കി 1 വർഷം മുമ്പ്. അപ്പോൾ പറഞ്ഞ് ഇത് PhD കൂടിയിട്ടുള്ളത് കുമ്മായം കെട്ടിയാൽ ശരിയാവും. അങ്ങനെ ഇട്ട് ഞങ്ങൾ കുടിച്ചുകൊണ്ടുണ്ടായി. പിന്നെ ഇതായിട്ട് കഴിയുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പം 3 മാസമായി ബന്ധാക്കിയിട്ട് പുറത്തുനിന്ന് കൊടുത്തിട്ട് കുടിക്കുന്ന എല്ലാത്തിനും. നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല. തുടർന്നാണ് നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചത്. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇത് കുടിക്കാനോ കുളിക്കാനോ ഒന്നും ചെയ്യാൻ അത് ഉപയോഗിക്കരുതെന്നാണ് അവർ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത്. 1.5 വർഷം മുൻപാണ് ബാരിക്കാട്ടെ അഭയം ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. നിരവധി വീടുകൾ ഈ സംവിധാനത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ മാലിന്യ സംവിധാനമില്ലാത്തതിനാൽ ഡയാലിസിസിന് ഉപയോഗിച്ച വെള്ളം കിണറുകളിലേക്ക് എത്തുന്നതാണ് നാട്ടുകാരുടെ പ്രശ്നം. ഈ സ്ഥാപനം പൂട്ടണമെന്ന ആവശ്യം നാട്ടുകാർക്കില്ല. ഈ സ്ഥാപനത്തിന് ഞങ്ങൾ തുടക്കം മുതൽ 1.5 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ നാട്ടുകാർ മൊത്തം ഇതിന് ഇരുകൈ നീട്ടി സ്വീകരിച്ചവരാണ്. ഈ ഭവിഷ്യത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയല്ല വരുന്നു. അതുകൊണ്ട് നാട്ടുകാർ പൂർണ്ണ സഹകരണത്തോടെ നാട്ടിൽ നിന്ന് ഇതിന് മെമ്പർമാരുണ്ട്, എല്ലാം കൊടുത്ത് സഹായിച്ചതാണ്. മലിനമായ ജലം ഉപയോഗിച്ച പലർക്കും ഇതിനകം തന്നെ നിരവധി രോഗങ്ങൾ പിടിപെട്ടു. ഇപ്പോൾ ഉണ്ട് മഞ്ഞപ്പിത്തം, പോയിട്ടില്ല, ഫുള്ളായിട്ട് പോയിട്ടില്ല. കുട്ടികൾക്ക് വെള്ളം കുടിച്ചിട്ട് പനി വന്നുകൊണ്ടായിരുന്നു, ഛർദിയും പനിയൊക്കെ. ഡയാലിസിസ് സെന്റർ മാറ്റി സ്ഥാപിക്കുന്നതുവരെ അനിശ്ചിതകാലത്തേക്ക് സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.